ഭക്തർക്കും എൻ്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രഥമസ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായം ശ്ലോകം നമ്പർ 15 ആണ് അവസാനം ചർച്ച ചെയ്തത്. 16-ാമത്തെ ശ്ലോകം മുതൽ നമ്മളൊന്ന് പഠിക്കാം. ഭഗവാന്റെ മഹാകാരുണ്യം കൊണ്ട് നമ്മൾ ഓരോ ആഴ്ചയിലും ആഴ്ചതോറും ശ്രീമദ് ഭാഗവതം ചർച്ച ചെയ്യുന്നു. ഇതിനും വലിയൊരു മഹാസൗഭാഗ്യം നമുക്കാർക്കും കിട്ടാനില്ല. ഭഗവാന്റെ മഹാകൃപയാണ്. ബഹുനാം ജന്മനാമന്തേ ജ്ഞാനവാമ പ്രപത്യതേ വാസുദേവം സർവമിതി സമഹാത്മാ സുദുർലഭ. വളരെ ദുർലഭമാണ് അവസരങ്ങൾ. ഭഗവാനെക്കുറിച്ച് ഉള്ള ചർച്ചകൾ, ഭഗവത് നാമം ചൊല്ലാനുള്ള അവസരം, പരമദൈവത്വം പുരുഷനാണ് കൃഷ്ണൻ എന്നുള്ള ആ ഒരു വിശ്വാസം വലിയൊരു മഹാസൗഭാഗ്യമാണ്. എന്തായാലും ആ ഒരു മഹാകൃപയുടെ പാത്രങ്ങളാണ് നമ്മളെല്ലാവരും. ഭഗവാന്റെ മഹാകൃപ അദ്ദേഹം നമ്മളിൽ ചൊരിയുന്നു. അപ്പോൾ ഈ ഒരു അവസരം നമ്മൾ പാഴാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഓർക്കേണ്ടത്. എല്ലാവർക്കും കിട്ടുന്നതല്ല. ഈ ലോകത്ത് 8 ബില്യൺ ആൾക്കാരുണ്ട്. 8 ബില്യൺ ആൾക്കാരുണ്ട്. ഈ സമയത്ത്, ഇപ്പോൾ നമ്മളിരിക്കുന്ന സമയത്ത് എത്ര പേര് ശ്രീമദ് ഭാഗവതം പഠിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വായിക്കുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും? പോട്ടെ, ഭാഗവതമായിക്കോട്ടെ, അല്ലെങ്കിൽ നാമം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിഗ്രഹാരാധന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് സംബന്ധിച്ച ഭക്തിയുത സേവനങ്ങൾ എന്ത് വേണമെങ്കിലും ആവാം. ചെയ്യുന്ന ആളുകളെ മൊത്തത്തിലെടുത്താൽ പോലും എത്രയുണ്ടാവും? 1% പോലും ഉണ്ടാവില്ല. ആ ഒരു റെയറായിട്ടുള്ളൊരു ആ ഒരു ഗ്രൂപ്പിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ മഹാകൃപയാണ്. ശ്ലോകം 16 നോക്കാം. അപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടു 3 ചോദ്യങ്ങൾ ഇതുവരെ ശൗനകാദി ഋഷികൾ ചോദിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ള കാര്യങ്ങൾ. 2 എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരം എന്താണ്, എല്ലാവരുടെയും നന്മയ്ക്കായിട്ടുള്ളത് ചോദിച്ചു. 2ാമത്തെ ചോദ്യം. 3ാമത്തെ ചോദ്യം, ഭഗവാൻ കൃഷ്ണൻ എന്തിനാണ് ദേവകിയുടെയും വസുദേവരുടെയും മകനായി ജനിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചു. ഈ 3 ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനിയുണ്ട് 3 ചോദ്യങ്ങൾ. ഇനി വേറെ കാര്യം നമ്മൾ കണ്ടു. അവർ ഈ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം ശൗനകാദി ഋഷികൾ പറയുന്നു, ഞങ്ങൾക്ക് എത്ര കേട്ടാലും മതിയാവില്ല, അതുകൊണ്ട് അങ്ങ് പറയണം, ഭഗവാനെക്കുറിച്ച് കൂടുതൽ പറയണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഹരിനാമത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് അവർ പറയുന്നു, ശൗനകാദി ഋഷികൾ പറയുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ അവസാനം ചർച്ച ചെയ്തത് ഭക്തരുടെ ആ ഒരു ശക്തിയെക്കുറിച്ച്. ഗംഗയിൽ പോയി സ്നാനം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം ചെയ്യേണ്ടി വരും നമ്മൾ ശുദ്ധമാവാൻ വേണ്ടി. എന്നാൽ ഭഗവാന്റെ ഭക്തരുടെ ആ ഒരു സാമീപ്യത്തിൽ, സാധുസംഘത്തിലൂടെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ശുദ്ധീകരിക്കും. സാധുസംഘ ലവമാത്ര സാധുസംഘ സർവസിദ്ധിയാണ് തരുന്നത്. മൃഗാരിയുടെ ഉദാഹരണമുണ്ട് ചൈതന്യ ചരിതാമൃതത്തിൽ, അല്ലേ? മൃഗാരിയുടെ ഉദാഹരണം എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. വേട്ടക്കാരനായിരുന്നു. സാധാരണ ഒരു വേട്ടക്കാരനായിരുന്നില്ല അദ്ദേഹം ഓരോ മൃഗങ്ങളെ കൊന്ന് പകുതി കൊല്ലും. എന്നിട്ട് അത് കണ്ട് അദ്ദേഹം ആസ്വദിക്കും. സന്തോഷമാണ് അദ്ദേഹത്തിന് അത് കാണുമ്പോൾ. അത് പകുതി കൊന്നുകൊണ്ട് അത് മുഴുവനും മരിക്കുന്നത് വരെ കാത്തു നിൽക്കും. അതിൻ്റെ വേദന മനസ്സിലാക്കും. വേദനയിൽ അദ്ദേഹം സന്തോഷം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു. ഒരു ദിവസം അതിലൂടെ നാരദമുനി പോകുന്നു. നാരദമുനി മൃഗാരി ചെയ്യുന്ന കാര്യം കാണുന്നു. മൃഗാരിയോട് ചോദിക്കുന്നു, നീ എന്താണ് ചെയ്യുന്നത്? ഇതിനും വലിയൊരു തെറ്റ്, ഇനി ഇതിനും വലിയ തെറ്റ് വല്ലതും ഉണ്ടോ? മൃഗങ്ങളെ നിനക്ക് കൊന്ന് കഴിക്കാനാണെങ്കിൽ മുഴുവനായിട്ട് കൊന്നുകൂടെ? എന്തിനാ ഈ പകുതിക്കിട്ട് ചെയ്യുന്നത്? അവരെ വേദനിപ്പിക്കുന്നതിനാണ്. അപ്പോൾ മൃഗാരി പറഞ്ഞു, ഇതാണ് എൻ്റെ പരമ്പരയിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം. എൻ്റെ പിതൃക്കളിൽ നിന്ന് പഠിച്ച കാര്യം ഇതാണ്. പരമ്പരാഗതമായിട്ട് എൻ്റെ കുടുംബത്തിൽ എല്ലാവരും ചെയ്യുന്ന ഇതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നാരദമുനി വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചു അദ്ദേഹത്തോട്. ഓക്കെ, നീ ചെയ്യുന്ന കാര്യം എത്ര വലിയ തെറ്റാണെന്ന് എനിക്കറിയോ? അദ്ദേഹം പറഞ്ഞു, തെറ്റാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാര്യം ഇത് എല്ലാവരും ചെയ്യുന്നതാണ്. എൻ്റെ കുടുംബത്തിൽ എല്ലാവരും, എൻ്റെ അച്ഛനും ചെയ്തിട്ടുണ്ട്, മുത്തച്ഛനും ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഞാനും അത് ചെയ്യുന്നു. ഇതിൽ തെറ്റായിട്ടുള്ള എന്താണുള്ളത്? കാര്യം എൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും അവർക്കുള്ള ഭക്ഷണമാണ് ഞാൻ ഇങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുന്നത് അവർക്ക്. അദ്ദേഹം വളരെ ജെന്യുവനായിട്ട് പറഞ്ഞു. നാരദമുനി പറഞ്ഞു, ശരി, നിനക്കത് മനസ്സിലായിട്ടില്ല, ഒരു കാര്യം ചെയ്യ്,
ഒരു കാര്യം നീ മനസ്സിലാക്കണം, മഹാപാപമാണ് നീ ചെയ്യുന്നത്, ഇതിന് നീ അനുഭവിക്കേണ്ടി വരും. കർമ്മമുണ്ട്, കർമ്മഫലമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ നീ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു സാധുവാണ്. നാരദമുനി കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലൊരു സാധുവാണ്, സന്യാസിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ബഹുമാനിച്ചു കൊണ്ട് പറഞ്ഞു, എന്താണ് അങ്ങേക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നാരദമുനി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ വീട്ടിൽ പോയിട്ട് ചോദിക്കൂ, വീട്ടിലുള്ള ആളുകളോട് പറയുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ മൃഗങ്ങളെ പാതി കൊന്നുകൊണ്ട് പിന്നെ അതിനുശേഷം മുഴുവനും അവർ മരിക്കുന്നവരെ കാത്തിരുന്ന് പിന്നെ കൊണ്ടുവന്ന് മാംസം കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ ഒരു കർമ്മം ഈ തെറ്റായിട്ടുള്ള ഒരു കർമ്മമാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഒരു സാധു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കർമ്മഫലമുണ്ട്. ആ കർമ്മഫലം അനുഭവിക്കാൻ നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ഇതാണ് നാരദമുനി അദ്ദേഹത്തോട് പറഞ്ഞത്, നിന്റെ കർമ്മം ഷെയർ ചെയ്യാൻ ആരെങ്കിലും നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടാവുമോ? അപ്പോൾ ആ ചോദ്യമായിട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നത്, ചോദിക്കുന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല, അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ വീട്ടിലെ നാഥനാണ്, കുടുംബത്തിലെ നാഥനാണ്, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഞങ്ങളെ പോറ്റേണ്ടത്. അതുകൊണ്ട് കർമ്മം നിങ്ങൾ എങ്ങനെ ഇത് കൊണ്ടുവരുന്നു ഞങ്ങൾക്ക് വിഷയമല്ല, എന്ത് കർമ്മമാണ് അത് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. മൃഗാരി തിരിച്ചു പോയി. അടുത്ത ദിവസം നാരദമുനിയോട് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ മൃഗാരിയോട് ചോദിച്ചു, നീ പിന്നെ എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത്? നീ തന്നെ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും, നിനക്ക് വല്ല ബോധ്യമുണ്ടോ ഈ കാര്യത്തെക്കുറിച്ച്? അവസാനം നാരദമുനി മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കും, നീ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്, ഇതിനെല്ലാം പാപം അനുഭവിക്കേണ്ടി വരും, വലിയ പാപമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ആ തെറ്റായിട്ടുള്ള പ്രവൃത്തി നിർത്താൻ പറഞ്ഞു. എന്നിട്ട് നാമം ജപിക്കാൻ പറഞ്ഞു, തുളസി സേവനം ചെയ്യാൻ പറഞ്ഞു. 2 കാര്യങ്ങളാണ് പറയുന്നത്, തുളസി സേവനവും നാമവും. ഇതേപോലെ തന്നെ ഹരിദാസ് ഠാക്കൂറും ലക്ഷഹീര എന്ന് പറയുന്ന സ്ത്രീ അദ്ദേഹത്തെ വീഴ്ത്താൻ വേണ്ടി നോക്കുന്ന സമയത്തും അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങളാണ്. അതിനുശേഷം അവർ ഒരു പരിശുദ്ധ ഭക്തരായി മാറിയതിന് ശേഷം അവിടെയും പറയുന്നത് തുളസി സേവനവും നാമവുമാണ്. മൃഗാരിയോടും പറയുന്നത് നാമം ജപിക്കാനും തുളസി സേവനമാണ്. 2 കാര്യങ്ങളാണ് പറയുന്നത്. അത്രേ പറയുന്നുള്ളൂ. കുറച്ച് ദിവസം നീ അത് ചെയ്ത് നോക്കാൻ പറഞ്ഞു. മൃഗാരി സാധു പറയുന്നല്ലേ എന്ന് വിചാരിച്ച് അത് ചെയ്തു തുടങ്ങി. അവസാനം എന്ത് സംഭവിച്ചു? അദ്ദേഹം പരിശുദ്ധ ഭക്തനായി മാറി. പരിശുദ്ധ ഭക്തനായി. അതിനുശേഷം പിന്നീട് നാരദമുനിയുടെ വേറെ പർവ്വതമുനി അതിലൂടെ, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാണ്, നാരദമുനിയുടെ ഫ്രണ്ടാണ്. പർവ്വതമുനി അതിലൂടെ ഇതുപോലെ കാട്ടിലൂടെ പോകുമ്പോൾ ഇതേ ഒരു മൃഗാരിയെ കാണുന്നു. അന്ന് മൃഗാരിയെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് അത്ഭുതം തോന്നി. കാര്യം പർവ്വതമുനിക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല. അദ്ദേഹം വിചിത്രമായിട്ടുള്ള ഒരാളെ കാണുവാണ് കാട്ടിൽ. വിചിത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം മര്യാദയ്ക്ക് നടന്നു പോകുന്നില്ല, ചാടി നടക്കുന്നു. ഈ ചാടി നടക്കണ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് അത്ഭുതമായി. എന്തോ വിചിത്രമാണല്ലോ, സാധാരണ ആളുകൾ ചെയ്യുന്ന കാര്യമല്ല. വന്ന് ചോദിക്കും ഇദ്ദേഹത്തോട്, നിങ്ങൾ എന്തെങ്കിലും ചാടി നടക്കുന്നത്, മര്യാദയ്ക്ക് നടക്കാത്തത് എന്താണ്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, പണ്ടത്തെ മൃഗാരി പറയുവാണ്, ഒരുപാട് ഉറുമ്പുകളൊക്കെ ഇതിലൂടെ പോകുന്നുണ്ട്, അവരെ ചവിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചാടുന്നത്. അത്ഭുതം, ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല അതിന് മുമ്പ്. അപ്പോൾ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മനസ്സിലായി, പർവ്വതമുനിക്ക് ഉടനെ മനസ്സിലായി, എൻ്റെ കൂട്ടുകാരൻ ഇതിലൂടെ പോയിട്ടുണ്ട്, നാരദമുനി ഇതിലൂടെ പോയിട്ടുണ്ട്. നാരദമുനി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവിടെ എത്ര അധപതിച്ച ആളാണെങ്കിലും അവരെ പരിശുദ്ധ ഭക്തരാക്കി മാറ്റും. നാരദമുനിയെ പോലെ ഒരു പ്രചരണം ചെയ്യുന്ന വ്യക്തി വേറെയില്ല. പരിശുദ്ധ ഭക്തനാണ് അദ്ദേഹം. നാരദമുനി ഭഗവാന് വളരെ പ്രിയപ്പെട്ട ഭക്തനാണ്. നമ്മളെന്തായാലും 4-ാമത്തെ അധ്യായവും 5-ാമത്തെ അധ്യായവും 6-ാമത്തെ അധ്യായവും നാരദമുനിയും വ്യാസദേവനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്, മനോഹരമാണ്. അവിടെ നമ്മൾ കൂടുതൽ നാരദമുനിയുടെ ആ ഒരു മഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ കാണും. എന്നാലും പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഭഗവാന്റെ പരിശുദ്ധ ഭക്തരുടെ ആ സാമീപ്യം, ആ സംഘത്തിലൂടെ നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിലാണ് നമ്മുടെ ആ ആത്മീയ പുരോഗതി നമുക്കുണ്ടാവുന്നത്. നമ്മൾ ശുദ്ധരാവുന്നത് നമുക്കത് തിരിച്ചറിയാൻ സാധിക്കില്ല. അത്രമാത്രം ശക്തിയാണ് പരിശുദ്ധ ഭക്തർക്കുള്ളത് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിക്കുന്നത്. 16-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് എന്താണെന്ന് നോക്കാം. ശ്ലോകം 16. കോ വാ ഭഗവതസ്തസ്യ പുണ്യ ശ്ലോകേഡ്യ കർമ്മണഃ ശുദ്ധി കാമോ ന ശൃണുയാദ് യശഃ കലിമലാപഹം.
നിഷ മാതാജി ഉണ്ടോ? നിഷ സുരേഷ്. ഓക്കെ. വിജയ് കുമാരി മാതാജി. ശ്രീദേവി മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓക്കെ, അടുത്ത ശ്ലോകം. ഭഗവത് തസ്യ പുണ്യശ്ലോകേഭ്യ കർമ്മണഃ ശുദ്ധി കാമോന ശൃണുയാദൃശ്യ കലിമലാപകം. വിവർത്തനം കൂടെ വായിക്കൂ. ഹരികൃഷ്ണ. വിവർത്തനം ശ്രീ ശീല പ്രഭുപാദിക്ക് ജയ്. കലിയുഗത്തിലെ കളങ്കങ്ങളിൽ നിന്നും മോചനം നേടാൻ ആഗ്രഹമുള്ള ആരാണ് നന്മ നിറഞ്ഞ ഭഗവത് മാഹാത്മ്യങ്ങൾ ശ്രവിക്കാൻ താല്പര്യം കാട്ടാത്തത്? ഹരികൃഷ്ണ പ്രഭു. താങ്ക് യു. ഈ കലിയുഗത്തിലെ ഈ പാപങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ളൊരു വ്യക്തി, അങ്ങനെയുള്ളവരിൽ ആരാണ് ഭഗവാനെക്കുറിച്ച് കേൾക്കുവാൻ ആഗ്രഹിക്കാത്തവർ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവരുണ്ടാവോ? അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് ശൗനകാദി ഋഷി. നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ അല്ലെങ്കിൽ ഹരികഥ എന്ന് പറയുന്നതാണ് എല്ലാം. ഹരികഥയുടെ ശക്തി, കൃഷ്ണകഥയുടെ ശക്തിയാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ശക്തിയാണ് പറയുന്നത്. കലിയുഗത്തിലെ കലോ നഷ്ട ദൃശാമേഷ പുരാണ അർക്കോ അതിനുദിത. കലിയുഗത്തിലെ കാഴ്ച നഷ്ടപ്പെട്ട നമ്മളെ പോലുള്ള ആളുകൾക്ക് വേണ്ടി ശ്രീമദ് ഭാഗവതം ഭഗവാൻ തന്നെ ഭാഗവത രൂപത്തിൽ അവതരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാനെക്കുറിച്ചാണ് ഭാഗവതത്തിൽ മുഴുവനും പറയുന്നതും. അപ്പോൾ ഭഗവാനെക്കുറിച്ച് ആർക്കാണ് കേൾക്കാൻ താല്പര്യമല്ല ഇല്ലാതിരിക്കുക ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ? അതാണ് ചോദ്യം. ശിലപ്രഭുപാദിയുടെ മനോഹരമായിട്ടുള്ള ഭാവാർത്ഥം. ശിലപ്രഭുപാദ് പറയുന്നു, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർക്ക് ഈ ഒരു കലിയുഗത്തിലെ ഒന്നും തന്നെ അവരെ ബാധിക്കാൻ പോകുന്നില്ല. അതായത് ഭക്തിയുത സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ ശുദ്ധമായിരിക്കണം. അന്യ അഭിലാഷിത ശൂന്യം ജ്ഞാന കർമാദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിർ ഉത്തമ. ഇതാണ് ഉത്തമ ഭക്തിയുടെ ഡെഫിനിഷൻ, ലക്ഷണം. ഭക്തിരസാമർ സിന്ധുവിൽ ശ്രീല രൂപ ഗോസ്വാമി പറയുന്നതാണ്. അന്യ അഭിലാഷിത ശൂന്യം ജ്ഞാന കർമാദി അനാവൃതം എന്ന് പറഞ്ഞാൽ അന്യ അഭിലാഷങ്ങളില്ലാതെ, അതായത് നമ്മൾ ഭക്തിയുത സേവനങ്ങൾ നമ്മൾ ഭക്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ, ഭൗതികമായിട്ടുള്ള ഒന്നും പ്രതീക്ഷിക്കാതെ, ആത്മീയ തലത്തിലുള്ള ആഗ്രഹങ്ങൾ നല്ലതാണ്, അത് വേണം നമുക്ക്. അതായത് നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകണം എന്നുള്ളതും ഭഗവാന്റെ സേവനം ചെയ്യണമെന്നുള്ളതും ഇതൊക്കെ ആത്മീയ തലത്തിലുള്ള ആഗ്രഹങ്ങളാണ്. നല്ല രീതിയിൽ നാമം ജപിക്കാൻ സാധിക്കണം, ഇതെല്ലാം നല്ല ആഗ്രഹങ്ങളാണ്. എന്നാൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ സേവിക്കുന്നത് ശുദ്ധ ഭക്തിയല്ല. അത് വെറും ബിസിനസ് ഡീലാണ്, വെറും ബിസിനസ് ഡീലാണ്. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അതായിരുന്നു. അമ്പലങ്ങളിൽ പോകുന്നു, കുറച്ച് പൈസ വഴിപാട് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിൽ നിന്ന് 10 കൊടുത്താൽ 100 പ്രതീക്ഷിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. എന്നാൽ ഇത് ഭക്തിയല്ല, അത് വെറും ബിസിനസ് ഡീലാണ്. അതായത് നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്ന പോലെയാണ്. ഞാനിത് ഇറക്കുന്നു, എനിക്ക് പ്രോഫിറ്റ് വേണം. ഞാൻ 100 രൂപ ഇറക്കി കഴിഞ്ഞാൽ 1000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഇറക്കി കഴിഞ്ഞാൽ ഞാൻ 2 ലക്ഷം പ്രതീക്ഷിക്കുന്നു, അതുകൊണ്ട് ഞാൻ ബിസിനസ്സിലേക്ക് പൈസ ഇറക്കുന്ന പോലെ. എന്നാൽ ഭഗവാൻ അവിടെ ഇരുന്ന് ആമസോൺ അല്ല ഭഗവാൻ. ആമസോണിലുള്ള ആൾക്കാർ ഓർഡർ കൊടുക്കുന്നു, ഡെലിവറി ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത്. ആമസോണോ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടോ എന്താണ് ചിലത്, അതുപോലെയുള്ള ഒരാളല്ല അദ്ദേഹം. അങ്ങനെയല്ല, അദ്ദേഹം ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനും ഒരുപാട് ആഗ്രഹങ്ങളും, ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും നന്നായി കാണണം എന്നുള്ള ആഗ്രഹം, വേറെ ഒന്നുമില്ല അദ്ദേഹത്തിന് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെപ്പോലുള്ള ആഗ്രഹങ്ങളല്ല. നമുക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെയാണ്. ഭഗവാന്റെ ഒരു ആഗ്രഹം എല്ലാവരും ഭക്തരായി മാറണം എന്നുള്ളത്. കാര്യം നമ്മളെല്ലാവരും സന്തോഷമായി ഇരിക്കുന്നത് കാണാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്.
അങ്ങനെ സന്തോഷമായിരിക്കാൻ ഇവിടെ സാധിക്കില്ല. ഭൗതിക ലോകത്തിൽ ഇരിക്കുമ്പോൾ നമുക്കതിന് സാധിക്കില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ആധ്യാത്മിക ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് അന്യ അഭിലാഷിത ശൂന്യം ജ്ഞാനകർമാദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം. അനുകൂലമായിരിക്കണം, അനുകൂലമായിട്ടുള്ള ഭക്തിയാണ്, അനുകൂലമായിട്ടുള്ള കാര്യമായിരിക്കണം, പ്രതികൂലമാവരുത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കംസൻ സദാസമയം ഭഗവാനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, പേടികൊണ്ട്. ശിശുപാലൻ സദാസമയം കൃഷ്ണന്റെ ചിന്തയിലാണ്, അസൂയയിലാണെന്ന് മാത്രം. അപ്പോൾ അത് അനുകൂലമായിട്ടുള്ള ചിന്തയല്ല അത്. അപ്പോൾ സ്മരണ എന്ന് പറയുന്നത് ശരിയാണ്, അത് ഭക്തിയുടെ ഒരു അംഗമാണ്. ഭക്തിയുടെ സേവനങ്ങൾ, നവവേദ ഭക്തിയുടെ ഒരു അംഗമാണ് സ്മരണ എന്ന് പറയുന്നത്. ശിശുപാലനും ഉണ്ടായിരുന്നു, അത് കംസനും ഉണ്ടായിരുന്നു. പക്ഷെ അനുകൂലമായിരുന്നു അല്ല, അത് പ്രതികൂലമായിരുന്നു. അതുകൊണ്ട് അതിനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല, ശുദ്ധഭക്തിയായിട്ട് പറയാൻ സാധിക്കില്ല. ആനുകൂല്യേന കൃഷ്ണ അനുശീലനം. കൃഷ്ണ അനുശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ കൃഷ്ണനും കൃഷ്ണന്റെ പാർഷദരും അല്ലെങ്കിൽ കൃഷ്ണനുമായിട്ട് ഭഗവാനെ വേണ്ടി സംബന്ധിച്ച എല്ലാം വരുന്നു അതിൽ. കൃഷ്ണാനുശീലനം അവിടെ നമ്മുടെ ആചാര്യന്മാരുടെ എക്സ്പ്ലനേഷൻ അങ്ങനെയാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ മാത്രമല്ല, ഭഗവാൻ വരുന്നു, ഗുരു വരുന്നു, സാധുക്കൾ വരുന്നു, ശാസ്ത്രങ്ങൾ വരുന്നു, ഭഗവാന്റെ പരിശുദ്ധ ഭക്തർ വരുന്നു. ഇവരെല്ലാവരും അനുഗമിക്കുക, അവർ പറയുന്നത് അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അതാണ് അനുശീലനം. അനുശീലനം, അനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോ ചെയ്യുക, ശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീലിക്കുക അല്ലെങ്കിൽ ഫോളോ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. കൃഷ്ണാനുശീലനം ഭക്തിരോത്തമം, ഇതാണ് ഉത്തമ ഭക്തി എന്ന് പറയുന്നു. ഇവിടെ പ്രഭുപാദി പറയുന്നു, പരിശുദ്ധ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് കലിയുഗത്തിലെ ഒന്നും, നേരത്തെ നമ്മൾ 10ാമത്തെ ശ്ലോകത്തിൽ പഠിച്ച പ്രായേണ അല്പായുഷ സഭ്യ, അവിടെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതല്ലാതെ കലിയുഗത്തിൻ്റെ വേറെ ലക്ഷണങ്ങൾ ചതി, കള്ളത്തരങ്ങൾ, ആൾക്കാരെ പറ്റിക്കുന്നു, അസൂയ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കലിയുഗത്തിൽ ആരെയും ബാധിക്കില്ല. രണ്ടാമത് ആദി ഭൗതിക ക്ലേശം, ആധ്യാത്മിക ക്ലേശം, ആദി ദൈവിക ക്ലേശം, ഈ 3 ക്ലേശങ്ങളുണ്ട്. ശാസ്ത്രങ്ങൾ പറയുന്നു ആധ്യാത്മിക ക്ലേശം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരവും മനസ്സും തരുന്ന ക്ലേശങ്ങളെയാണ് ആധ്യാത്മിക ക്ലേശം എന്ന് പറയുന്നത്. ആദി ഭൗതിക ക്ലേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ നമുക്ക് തരുന്ന ക്ലേശങ്ങളാണ് ആദി ഭൗതിക ക്ലേശം. അത് മനുഷ്യരാവാം, മൃഗങ്ങളാവാം, കൊതുവാവാം, ഉറുമ്പാവാം, അതെല്ലാം കൊറോണ വൈറസ് ആവാം, ഇതെല്ലാം ആദി ഭൗതിക ക്ലേശങ്ങളാണ്. ആദി ദൈവിക ക്ലേശങ്ങളുണ്ട്, പ്രകൃതിക്ഷോഭങ്ങൾ, വരൾച്ച, വെള്ളപ്പൊക്കം എന്നുള്ളതൊക്കെ, ഇതെല്ലാം ക്ലേശങ്ങളാണ്. അപ്പോൾ ഈ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും ഈ ലോകത്തുള്ളിടത്തോളം കാലം. എന്നാൽ പരിശുദ്ധ ഭക്തർക്ക് ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. അതേപോലെ ജന്മ, മൃത്യു, ജരാവ്യാധി വേറെ ക്ലേശങ്ങളാണ്. ജന്മ, മൃത്യു ഓഫ് കോഴ്സ് ക്ലേശമാണ്. പിന്നെ ജര ആർക്കും താല്പര്യമില്ല വയസ്സാവാൻ, വ്യാധിയും ആർക്കും താല്പര്യമില്ല, അസുഖങ്ങളും ആർക്കും താല്പര്യമില്ല. പക്ഷെ ക്ലേശങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നു, അനുഭവിക്കേണ്ടി വരുന്നു. എന്നാൽ പരിശുദ്ധ ഭക്തർക്ക് അവരെയൊന്നും ഇത് ബാധിക്കുന്നില്ല എന്നാണ് പ്രഭുപാദ് പറയുന്നത് ഇവിടെ ഭാവാർത്ഥത്തിൽ. കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു, ഈ സമൂഹത്തിലെ നേതാക്കന്മാർക്ക് ലോകം അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന സ്ഥലം ശാന്തിയും സമാധാനത്തോടു കൂടിയും നല്ല സൗഹൃദത്തോടു കൂടിയും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്ക് അതിനുള്ള മാർഗം അറിയില്ല. പ്രഭുപാദ് പറയുന്നത് അവർക്ക് ആഗ്രഹമുണ്ട് ശാന്തി സമാധാനവും കൊണ്ടുവരണം എന്നുള്ളത്, പക്ഷെ അത് എങ്ങനെ കൊണ്ടുവരണം എന്ന് അവർക്കറിയില്ല. അപ്പോൾ അവർ വേറെ വലിയ വലിയ പ്ലാനുകളൊക്കെ ആയിട്ട് വരും, പല പ്ലാൻസും കൊണ്ടുവരും. ആ പ്ലാനുകളൊക്കെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ശാന്തിയും സമാധാനവും സൗഹൃദവും ഒക്കെ ഉണ്ടാവുമെന്ന് പറയും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭൗതിക തലത്തിലുള്ള പ്ലാനുകൾ എന്തുകൊണ്ടൊന്നും കാര്യമില്ല, അത് ഫെയിലാവും. അപ്പോൾ പ്രഭുപാദ് പറയുന്നു, വളരെ സിമ്പിളായിട്ടുള്ള വഴിയാണ് പറയുന്നത്. എന്ത്? ഭഗവാനെ സ്തുതിക്കുക, ഭാഗവതം പ്രചരിപ്പിക്കുക, ഭാഗവതം ചർച്ച ചെയ്യുക, നാമം ചൊല്ലുക, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക, ശാന്തിയും സമാധാനവും സൗഹൃദവും ഒക്കെ ഓട്ടോമാറ്റിക്കലി എല്ലായിടത്തും ഉണ്ടാവും. ഇതാണ് മാർഗം, ശാസ്ത്രീയമായിട്ടുള്ള മാർഗം. അല്ലാതെ വേറെ എത്ര നമ്മൾ വലിയ പ്ലാനുകൾ ഉണ്ടാക്കിയാലും, വലിയ പ്ലാനുകളൊക്കെ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. അതൊന്നും വർക്കാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നത്. കാര്യം ഈ ഭൗതിക ലോകത്തിലെ ആ ഒരു പ്രശ്നങ്ങൾ, ഈ ഒരു കലിയുഗത്തിൻ്റെ പ്രശ്നങ്ങൾ, ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ ദുഃഖാലയമായതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഭക്തിയുത സേവനങ്ങളല്ലാതെ ബാക്കി എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും. അത് സക്സസ് ആവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട്
പ്രഭുപാദ് പറയുന്നു, വീണ്ടും എടുത്തെടുത്ത് പറയുന്നു, ശരിക്കും ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ നേതാക്കന്മാരും അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തത്തിലുള്ള ആളുകൾ, ഒത്തോറിറ്റിയിലുള്ള വ്യക്തികളൊക്കെ ഈ ഒരു സത്യം മനസ്സിലാക്കണം. ഭക്തിയിലൂടെ മാത്രമേ നമുക്ക് ഇതെല്ലാം നേടാൻ സാധിക്കുകയുള്ളൂ, അല്ലാതെ വേറെ മാർഗമില്ല, വേറെ ഒരു മാർഗവുമില്ല ഇവിടെ ശാന്തിയും സമാധാനവും കൊണ്ടുവരാൻ. എത്ര വലിയ പ്ലാനുകൾ ഉണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല, അതൊന്നും വർക്കാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലേ? ഭക്തി കുറവുള്ളത് കൊണ്ടാണ് ഇന്നത്തെ കാലത്ത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശരിയായിട്ടുള്ള പോസിറ്റീവ് രീതിയിലുള്ള ആ ഒരു സനാതനധർമ്മം ഇല്ല. ഇപ്പോൾ ആളുകൾ ഫോളോ ചെയ്യുന്നത് എന്തോ ഒരു ധർമ്മങ്ങളാണ്, പല കാര്യങ്ങളും ജാതി മതം എന്ന് പറഞ്ഞ് വേറെ രീതിയിൽ പോകുന്നു, അതിലും പല ഫെനറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ശരിയായിട്ടുള്ള സനാതനധർമ്മം ഫോളോ ചെയ്യുന്ന ആളുകളില്ല, കുറവാണ് അല്ലേ? അപ്പോൾ ശരിയായിട്ടുള്ള സനാതനധർമ്മം ഫോളോ ചെയ്യുകയാണെങ്കിൽ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. അതായത് ഈ ലോകത്തുള്ള പ്രശ്നങ്ങളൊക്കെ മാറും. പക്ഷെ അത് എങ്ങനെ സാധിക്കുമെന്നുള്ള ചോദ്യം വരാം മുമ്പിൽ. കലിയുഗത്തിൽ അത് സാധിക്കുമോ? കലിയുഗത്തിൽ സാധിക്കില്ല. വർണ്ണാശ്രമധർമ്മം നടക്കില്ല എന്ന് നമുക്കറിയാം. ഓൾറെഡി ഫെയിലാണ് വർണ്ണാശ്രമധർമ്മം. പ്രോപ്പറായിട്ടുള്ള ബ്രാഹ്മണനില്ല, ശരിയായിട്ടുള്ളൊരു ക്ഷത്രിയനില്ല അല്ലേ? ഇപ്പോൾ പേരിന് മാത്രം ജനിച്ചു, ആ ഒരു കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് കാര്യം നടക്കുന്നില്ല. ഗുണം കൊണ്ട് ഉണ്ടാവണം അല്ലേ? കലിയുഗത്തിലെ ബുദ്ധിമുട്ടാണ്. എന്നാലും അപ്പോൾ ആ ഒരു സമൂഹത്തെ മുഴുവനും ആ വർണ്ണാശ്രമ ധർമ്മ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇൻഡിവിജ്വലി നമ്മൾ ഓരോരുത്തരും നോക്കുവാണെങ്കിൽ നമുക്കത് നമ്മുടെ ഭാഗത്ത് നമുക്ക് സാധിക്കുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മളെ നന്നാക്കുക എന്നുള്ളത്, നമ്മൾ നന്നായതിനു ശേഷം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അത് എത്രമാത്രം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു അത്രയും സമൂഹത്തിന് നന്മയുണ്ടാവുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ശ്രീമദ് ഭാഗവതത്തിന് നാമത്തിനും നമ്മളെ സഹായിക്കാൻ സാധിക്കും. ഇവിടെ പ്രഭുപാദ് പറയുന്നു, ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഭഗവാനെ സ്തുതിക്കുക, ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുക, ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുക, ശ്രീമദ് ഭാഗവതം പ്രചരിപ്പിക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക, നാമത്തെ എത്തിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശാന്തിയും സമാധാനവും എല്ലാം ഉണ്ടാവും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് എല്ലാ നേതാക്കന്മാരും അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യവും അവർ ചെയ്യേണ്ട കാര്യമെന്ന് അദ്ദേഹം ഇവിടെ പറയുന്നു. അതാണ് 16ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി ശ്ലോകം 17ലേക്ക് പോവാം. 17 തസ്യ കർമാണി ഉദാരാണി പരിഗീതാനി സൂരിഭിഃ ബ്രൂഹിന ശ്രദ്ധധാനാനാം ലീലയാ ദദതാ കലാഃ. ശ്രീദേവ് മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 17. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂരിഭിഃ ബ്രൂഹിണ ശ്രദ്ധധാനാനാം ലീലയാ ദദതാ കലാഃ. ഹരേ കൃഷ്ണ പ്രഭു. വിവർത്തനം കൂടെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വിവർത്തനം ഹരേ കൃഷ്ണ. അദ്ദേഹത്തിന്റെ ഗംഭീര്യപൂർവമായ അതീന്ദ്രിയ കലങ്ങളെ കുറിച്ച് നാരദരെ പോലെയുള്ള ശ്രേഷ്ഠജ്ഞാനികളായ ശിവര്യന്മാർ ആലപിക്കുന്നു. നിരവധി വിഭിന്ന അവതാരങ്ങളിൽ ഭഗവാൻ നിർവഹിച്ച വീരസാഹസ കൃത്യങ്ങളെ ശ്രവിക്കാൻ ിരിക്കുന്ന ഞങ്ങൾക്ക് അവയൊക്കെ വർണ്ണിച്ചു തന്നാല്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അത്ര ക്ലിയർ ആയില്ല മാതാജി വായിച്ചത്, ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. സാരമില്ല. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു ഭഗവാന്റെ ലീലകളെക്കുറിച്ച് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവർ ശൗനകാദി ഋഷികൾ ചോദിക്കുന്ന സൂത ഗോസ്വാമിയോട് ഭഗവാന്റെ അത്ഭുതകരമായിട്ടുള്ള ലീലകൾ, അതീന്ദ്രിയ തലത്തിലുള്ള ലീലകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഈ ലീലകളെക്കുറിച്ച് നാരദമുനിയും മറ്റുള്ള വരിഷ്ഠരായിട്ടുള്ള ഭക്തരും ഒക്കെ അവർ പാടി പ്രകീർത്തിച്ചുകൊണ്ട് നടക്കുന്നു ആ ലീലകൾ. അതുകൊണ്ട് ചോദിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളും ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, ഭഗവാന്റെ പല ലീലകൾ പറഞ്ഞു തരുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ വളരെ സ്പെസിഫിക്കലി ശ്രീല ജീവഗോസ്വാമി ഒരു കാര്യം പറയുന്നു. ഇതാണ് 4ാമത്തെ ചോദ്യം. ബൈ ദ വേ, നമ്മൾ 3 ചോദ്യങ്ങൾ കഴിഞ്ഞു, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. ശ്രീല ജീവഗോസ്വാമി നമ്മുടെ ആചാര്യൻ പറയുന്നു ഇവിടെ
അഞ്ചാമത്തെയാണ്. നാലാമത്തെ. നാലാമത്തെയാണ്. ശീല ജീവ ഗോസ്വാമി വളരെ സ്പെസിഫിക്കലി ഇവിടെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ചോദ്യം ആക്ച്വലി ലീലകളെക്കുറിച്ച് ചോദിക്കുന്നത് ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ബേസിക്കലി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ശ്ലോകം നോക്കിക്കഴിഞ്ഞാൽ അവതാരങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഭഗവാന്റെ അവതാരങ്ങളും അവതാരങ്ങളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളുമാണ് ചോദിക്കുന്നത്. അഡ്വഞ്ചേഴ്സ് ആണ് ചോദിക്കുന്നത്. എന്തൊക്കെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, അതെല്ലാം ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ശീല ജീവ ഗോസ്വാമി പറയുന്നു, ഇവിടെ സ്പെസിഫിക്കലി അവർ ചോദിക്കുന്നത് പുരുഷ അവതാരങ്ങളെക്കുറിച്ചാണെന്ന് പറയുന്നു. പുരുഷ അവതാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ വിഷ്ണു, മഹാവിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു, ഈ ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടിയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ആ ലീലകളാണ് അറിയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നാലാമത്തെ ചോദ്യം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പുരുഷ അവതാരങ്ങളെക്കുറിച്ചാണ് ശൗനകാദി ഋഷികൾ ചോദിക്കുന്നത് എന്നാണ് നമ്മുടെ ആചാര്യന്മാർ ഇവിടെ വളരെ സ്പെസിഫിക്കലി പറയുന്നത്. ലീലാവതാരങ്ങളെക്കുറിച്ച് ഇനി വരുന്ന ശ്ലോകത്തിൽ ഇനി അടുത്ത ചോദ്യത്തിൽ അവർ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നാലാമത്തെ ക്വസ്റ്റ്യൻ വളരെ സ്പെസിഫിക് ആണ്, പുരുഷാവതാരങ്ങളെക്കുറിച്ചാണെന്ന് ശീലജീവ ഗോസ്വാമി പറയുന്നു. ശീലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നാരദമുനി, വ്യാസദേവൻ, വാൽമീകി ഋഷി, ദേവല, അസിത്ത, മാധവ, ചൈതന്യ മഹാപ്രഭു, രാമാനുജാചാര്യർ, വിഷ്ണുസ്വാമി, നിംബാർക്ക, ശ്രീധർ, വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ, ബലദേവ് വിദ്യാഭൂഷൺ, ഭക്തിവിനോദ് ഠാക്കൂർ, ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, ഇവരെല്ലാവരും വരിഷ്ഠരായിട്ടുള്ള ഭക്തരാണ്, ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ളവരാണ്. ഇവരെല്ലാവരും ഭഗവാനെക്കുറിച്ച് എല്ലാവരെയും അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് അവർ വിശദീകരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് നോക്കൂ, മനോഹരമായിട്ട് ഇവിടെ നമ്മുടെ പൂർവിക ആചാര്യന്മാരുടെ പേരുകൾ നമ്മൾ വായിച്ചു. ഞാൻ മനഃപൂർവ്വം എല്ലാ പേരുകളും വായിച്ചു. എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം എപ്പോഴും നമ്മൾ ഓർക്കാം, ഭഗവാന്റെ നാമം ചൊല്ലുമ്പോൾ അതിന് ശക്തിയുണ്ടെന്നറിയാം അല്ലേ. ചിലപ്പോൾ പ്രഭുപാദൻ്റെ ഭാവത്തിൽ കാണാം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ എന്നും ഫുൾ മന്ത്രം എഴുതുന്നത് കാണാം. ചിലപ്പോൾ ഒരു ഭാവാർത്ഥത്തിൽ 2 പ്രാവശ്യം എഴുതുന്നത് കാണാം. പ്രഭുപാദം എന്തിനാണ് എഴുതുന്നത് വെച്ചാൽ, ഓരോ പ്രാവശ്യം നാമം നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അത്രയും എഫക്റ്റാണ്. ഭഗവാന്റെ നാമം ഇപ്പോൾ കൃഷ്ണ എന്നാണെങ്കിലും രാമ എന്നാണെങ്കിലും അല്ലെങ്കിൽ നാമം ഉണ്ടെങ്കിൽ അത് നമുക്ക് ചൊല്ലാൻ സാധിച്ചാൽ അല്ലെങ്കിൽ ഉച്ചരിക്കാൻ സാധിച്ചാൽ അത് വലിയൊരു അനുഗ്രഹമാണ്. അതേപോലെ തന്നെയാണ് ഭഗവാന്റെ ശുദ്ധ ഭക്തരുടെ നാമവും. ഇവരെല്ലാവരും ഭഗവാന്റെ പരിശുദ്ധ ഭക്തരാണ്, ആചാര്യന്മാരാണ്. അപ്പോൾ അവരുടെ നാമം നമ്മൾ പറയുന്നതും തീർച്ചയായിട്ടും ഒരുപാട് ശക്തിയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ പ്രഭുപാദി അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. ഭഗവാന്റെ പലതരത്തിലുള്ള വിസ്തരണങ്ങളെക്കുറിച്ച്, പല അവതാരങ്ങളെക്കുറിച്ച് പറയുന്നു. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഭൗതിക ലോകത്തിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇതെല്ലാം മനസ്സിലാക്കാൻ സാധാരണ ഒരു വിഡ്ഢിയായിട്ടുള്ള ആൾക്ക്, അതായത് വിഡ്ഢിയായിട്ടുള്ള ആളെന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള, അതായത് ഇന്ദ്രിയ സുഖഭോഗങ്ങൾ ലക്ഷ്യമാക്കി നടക്കുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ബുദ്ധിയുള്ള അല്ലെങ്കിൽ വരിഷ്ഠരായിട്ടുള്ള ഭക്തർക്ക് ഇതെല്ലാം അറിയാം. അവർക്കറിയാം എന്താണ് ശരി, എന്താണ് തെറ്റ്, അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പ്രചരിപ്പിക്കുന്നതും. നാരദമുനി എന്തുകൊണ്ട് എല്ലായിടത്തും പോയി പറയുന്നു ഭഗവാനെക്കുറിച്ച്? കാര്യം അദ്ദേഹം ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം പരമാനന്ദത്തിലാണ്. അപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന പരമാനന്ദം അദ്ദേഹം ഷെയർ ചെയ്യുകയാണ് മറ്റുള്ളവരുമായിട്ട്. അതേപോലെയാണ് വ്യാസദേവനും മറ്റുള്ള എല്ലാവരും ചെയ്യുന്നത്. അവർ ഓൾറെഡി റിയലൈസ് ചെയ്യുന്നുണ്ട്, അവർക്ക് അനുഭവപ്പെടുന്നത് അവർ ഷെയർ ചെയ്യുന്നു. എന്നാൽ പ്രഭുപാദ് പറയുന്നു, ഇവിടുത്തെ ബുദ്ധി കുറവുള്ള ആളുകൾക്ക്, കാലിബർ കുറവുള്ള ആളുകൾ മറ്റുള്ള സംഭവങ്ങളോടും, ഈ ഭൗതിക ലോകത്തിലെ മറ്റുള്ള സാധനങ്ങളോടും സംഭവങ്ങളോടും ആളുകളോടും ഒക്കെ ആയിരിക്കും അവർക്ക് അട്രാക്ഷൻ ഉണ്ടാവുക. അങ്ങനെയുള്ള ആളുകൾക്ക് ഭഗവാനോട് അട്രാക്ഷൻ തോന്നില്ല എന്നുള്ളത്. എന്നാൽ വരിഷ്ഠരായിട്ടുള്ള ഭക്തർക്ക് ഇതെല്ലാം മനസ്സിലാക്കുവാനും അവർക്ക് അനുഭവത്തിലുണ്ട്, അത് അവർ പറഞ്ഞു തരുന്നു. അതുകൊണ്ട് ഇവർ ഇങ്ങനെയുള്ള പരിശുദ്ധ ഭക്തർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെ സ്വീകരിക്കുക. നമുക്ക് ഒരുപക്ഷെ അനുഭവത്തിൽ വന്നിട്ടുണ്ടാവില്ല ആ കാര്യം, എന്നാൽ അവരനുഭവിച്ചതിന് ശേഷമാണ് പറഞ്ഞു തരുന്നത്. ഒരു ദിവസം നമുക്കും അനുഭവിക്കാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ അവർ പറയുന്നത് നമ്മൾ
വിശ്വാസത്തോടു കൂടി കേട്ട് അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ. വിശ്വാസം അത്യാവശ്യമാണ്. ആ വിശ്വാസം വേണം, അതനുസരിച്ച് നമ്മൾ അത് പാലിക്കുകയും വേണം. പാലിച്ചു കഴിഞ്ഞാൽ, ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അനുഭവപ്പെട്ട കാര്യങ്ങൾ നമുക്കും അനുഭവപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നീട് ശ്രീല പ്രഭുപാദ് പറയുന്നു, ഭക്തർ, സാത്വതർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അല്ലെങ്കിൽ ശുദ്ധ ഭക്തരെ സംബന്ധിച്ച് പറയുന്നു. ഭക്തർക്ക് അവർക്ക് ഈ ലോകത്തുള്ള ബാക്കിയുള്ള ജ്ഞാനികളും കർമ്മികളും ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് താല്പര്യമില്ല എന്നുള്ളത്. അതായത് കർമ്മികളുടെ പരിപാടി എന്താണ്? കർമ്മികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരുപാട് കർമ്മങ്ങൾ, ഉഗ്രകർമ്മങ്ങളൊക്കെ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? പൈസ ഉണ്ടാക്കാനോ പേരിനോ പ്രശസ്തിക്കോ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി. അങ്ങനെയുള്ള ഒരു താല്പര്യവും ഭക്തർക്കില്ല എന്നാണ് പറയുന്നത്. ഭക്തർ പൂർണ്ണമായിട്ടും അവർ അതീന്ദ്രിയ തലത്തിലാണ്. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യവുമില്ല. അവർ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് അധികം സമ്പർക്കം കൂടുമില്ല. കാര്യം അവരുടെ കൂടെ കൂടി കഴിഞ്ഞാൽ നമ്മളും അതെല്ലാം പഠിക്കും. അതുകൊണ്ട് അവർ വളരെ ശ്രദ്ധയോടുകൂടി അവരുടെ സംഘം പോലും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാധന, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോൺഷ്യസ്നെസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എപ്പോഴും നോക്കും എന്നുള്ളത് പ്രഭുപാദ് പറയുന്നു. എന്തുകൊണ്ട് പ്രഭുപാദ് പറഞ്ഞു വെച്ചാൽ, അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ, ഭക്തർക്ക് മാത്രമേ ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ഇതൊക്കെ കഥയായിട്ട് തോന്നാം, അല്ലെങ്കിൽ ഇതൊക്കെ സത്യമാണോ എന്നുള്ള സംശയവും അല്ലെ. പല ആൾക്കാരും ധരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പല ആൾക്കാരും ധരിച്ചിട്ടുള്ളത്, ഇതൊക്കെ സത്യമൊന്നുമല്ല, ഇതൊക്കെ വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ ഒരു വ്യക്തി തന്നെ ഇല്ല, അത് വെറുതെ കഥകളാണ്, ഇതെല്ലാം ഫിക്ഷൻ ആണെന്ന് പറയുന്ന ആളുകൾ വരെയുണ്ട്. എന്താ ചെയ്യുക, പറഞ്ഞിട്ട് കാര്യമില്ല. എനിവേ, പ്രഭുപാദ് പിന്നീട് പറയുന്നു ഭഗവാന്റെ പല അവതാരങ്ങളെക്കുറിച്ച്. ഭഗവാൻ രുദ്രനായിട്ട്, മനുവായിട്ട്, പൃഥുവായിട്ട്, വ്യാസനായിട്ട്, അങ്ങനെ പല രീതിയിലും, ഈവൻ ബ്രഹ്മാവിലും ഭഗവാൻ, ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ പൊസിഷൻ ചില സമയത്ത് ബ്രഹ്മാവിൻ്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ബ്രഹ്മാവിൻ്റെ പൊസിഷൻ എടുക്കാനുള്ള ഒരു ജീവാത്മാവ് ഇല്ലെങ്കിൽ ഭഗവാൻ ആ പൊസിഷൻ എടുക്കും. ഇന്ദ്രൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ജീവാത്മാവ് ഇന്ദ്രൻ്റെ പൊസിഷൻ എടുക്കാൻ ഇല്ലാത്ത സമയമാണെങ്കിൽ പൊസിഷൻ ആ റോൾ അദ്ദേഹം എടുക്കുന്നു. അങ്ങനെ അദ്ദേഹം ചെയ്യും. അതുപോലെ അപ്പോൾ ഭഗവാന്റെ പല ടൈപ്പ് ഓഫ് അവതാരങ്ങളുണ്ട്. അതായത് അംശാവതാരങ്ങൾ, സ്വാംശാവതാരങ്ങൾ എന്നൊക്കെ പറയും. അതുപോലെ വിഭിന്ന അംശം എന്ന് പറയും. വിഭിന്ന അംശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും, ജീവാത്മാക്കളൊക്കെ വിഭിന്ന അംശമാണ്. എന്നാൽ സ്വാംശാവതാരങ്ങളാണ് രാമ, നരസിംഹ, വരാഹ, വാമന എന്നൊക്കെ പറയുന്ന അവതാരങ്ങൾ. പിന്നെ അതേപോലെ വേറെ അവതാരങ്ങളുണ്ട്. പൃഥു മഹാരാജ്, വ്യാസദേവൻ, മനു, ഇവരൊക്കെ ശക്തി ആവേശ അവതാരങ്ങളാണ്. നാരദമുനി, ഇവരെല്ലാവരും. അങ്ങനെ പല ടൈപ്പ് ഓഫ് അവതാരങ്ങൾ ഭഗവാനുണ്ട്. നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് ഇനി മുന്നോട്ട് ഉള്ള അധ്യായങ്ങളിൽ ഇതിനുള്ള ഉത്തരം പറഞ്ഞു തുടങ്ങുമ്പോൾ സൂത ഗോസ്വാമി ഉത്തരം പറയും. ഇപ്പോൾ ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഉത്തരങ്ങൾ പറയുമ്പോൾ നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും. ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 17ാമത്തെ ശ്ലോകത്തിലെ ഭാവാർത്ഥം അത് അവസാനിപ്പിക്കുന്നു. പറയുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാ അവതാരങ്ങളുടെയും അവതാരി. അവതാരി എന്ന് പറഞ്ഞാൽ അവതാരി പുരുഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ അവതാരങ്ങളും വരുന്നത് ഭഗവാൻ കൃഷ്ണനിൽ നിന്നാണ്. സർവ്വ കാരണങ്ങളുടെയും കാരണമാണ് ഭഗവാൻ എന്നാണ്, ഭഗവാൻ കൃഷ്ണൻ എന്ന് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പ്രഭുപാദ് പറയുന്നു. നമ്മളെന്തായാലും ഇതിനെക്കുറിച്ച് ഇനിയുള്ള സെക്ഷനിൽ നമ്മൾ കാണും. ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് മനോഹരമായിട്ട് ഇനി 3ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആക്ച്വലി ഒരുപാട് അവതാരങ്ങൾ പറയുന്നുണ്ട് ഭഗവാന്റെ. അവിടെ അതെല്ലാം കഴിഞ്ഞിട്ട് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് സൂത ഗോസ്വാമി പറയുന്നുണ്ട്. എല്ലാ അവതാരങ്ങളും പറഞ്ഞതിന് ശേഷം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനാണ് സ്വയം ഭഗവാൻ, അല്ലെങ്കിൽ അവതാരി പുരുഷൻ. മറ്റുള്ള അവതാരങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് അവിടെ വ്യക്തമായി പറയുന്നു. എന്തായാലും നമ്മൾ അവിടെ എത്തുമ്പോൾ പഠിക്കാം, കൂടുതൽ ചർച്ച ചെയ്യാം. ശ്ലോകം 18. അദാഖ്യാഹി ഹരേർധീമൻ അവതാരാ കഥാ ശുഭാഹ ലീലാ വിദതാ സ്വൈരം ഈശ്വരസ്യാത്മമായയാ. ജ്യോതി ലക്ഷ്മി മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്ലോകം 18. അഥാഖ്യാഹി ഹരേർധീമൻ അവതാര കഥാ ശുഭാഹ ലീലാ വിദധത സ്വൈരം ഈശ്വരസ്യാത്മമായയാ. ഹരേ കൃഷ്ണ പ്രഭു. വർത്തനം.
ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. അല്ലയോ വിവേകിയായ സൂത ഗോസ്വാമി, പരമപുരുഷനായ ഭഗവാന്റെ ബഹുവിധങ്ങളായ അവതാരങ്ങളുടെ അതീന്ദ്രിയ ലീലകളെക്കുറിച്ച് ദയവായി ഞങ്ങൾക്ക് വർണ്ണിച്ചു തന്നാലും. പരമനിയന്താവായ ഭഗവാന്റെ അവണ്ണമുള്ള മംഗളകരമായ വീരസാഹസ കൃത്യങ്ങളും ലീലകളും അദ്ദേഹത്തിന്റെ അന്തരംഗ ശക്തികളാലാണ് നിർവഹിക്കപ്പെടുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു. സൂത ഗോസ്വാമിയോട് ചോദിക്കുന്നു അടുത്ത ചോദ്യം. ഇത് ഇവിടെ ഇപ്പോൾ ചോദ്യം നമ്പർ 5 ഓക്കെ. 6 ചോദ്യങ്ങളാണ് മൊത്തത്തിൽ ചോദിക്കുന്നത്. 4 ചോദ്യങ്ങൾ ഓൾറെഡി കഴിഞ്ഞു. 5ാമത്തെ ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത് ഈ ഒരു ശ്ലോകത്തിൽ, 18ാമത്തെ ശ്ലോകത്തിൽ. സൂത ഗോസ്വാമിയോട് പറയുന്നു ഭഗവാന്റെ അതീന്ദ്രിയ തരത്തിലുള്ള ലീലകൾ പറയുവാൻ. ലീലകളും അവതാരങ്ങളും ഇവിടെ അപ്പോൾ ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ലീലാ അവതാരങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാന്റെ പുരുഷ അവതാരങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നത് നമ്മുടെ ആചാര്യന്മാർ പറയുന്നു. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഭഗവാന്റെ ലീല അവതാരങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇനി ഭാഗവതത്തിൽ മുന്നോട്ട് പോകുന്നത്. ബൈ ദ വേ അതൊന്നും നമ്മൾ മനസ്സിലാക്കണം. ഇതിനുള്ള ഉത്തരങ്ങൾ, ആൻസേഴ്സ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ചും പല സ്കന്ധങ്ങളിലായിട്ടാണ് ഉത്തരങ്ങൾ വരുന്നത്. കുറേയൊക്കെ 1ാമത്തെ സ്കന്ധത്തിലുണ്ട്. പിന്നെ അവതാരങ്ങളെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ഭാഗവതത്തിൽ. അപ്പോൾ ഉത്തരം ത്രൂ ഔട്ട് അല്ലെങ്കിൽ സ്പ്രെഡായി കിടക്കുവാണ്. എന്നാൽ കുറേ കാര്യങ്ങളൊക്കെ ആദ്യത്തെ സ്കന്ധത്തിലെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ആൻസേഴ്സ്. എന്നാൽ കുറേയെല്ലാം വേറെ സ്കന്ധങ്ങളിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീല പ്രഭുപാദി പിന്നെ വേറൊരു കാര്യം പറയുന്നത് ഇവിടെ ഭഗവാന്റെ ഈ അവതാരങ്ങളൊക്കെ ഒരു കാര്യം കൂടെ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ശ്ലോകത്തിൽ പറയുന്നു ആത്മ ഈശ്വരസ്യാത്മമായയാ. അതായത് ഭഗവാൻ അവതാരങ്ങൾ എടുക്കുന്നതും ലീലകൾ ചെയ്യുന്നതും ഭഗവാന്റെ ആന്തരിക ശക്തി ഉപയോഗിച്ചിട്ടാണ് എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ശക്തി, ഭഗവാന്റെ ആന്തരിക ശക്തി. ഭഗവാന്റെ ശക്തികളെക്കുറിച്ച് പറയുവാണെങ്കിൽ 3 തരത്തിലാണ്. 3 തരത്തിൽ എന്ന് പറഞ്ഞാൽ ആന്തരിക ശക്തി 3 തരത്തിലുണ്ട്. ഓക്കെ. അപ്പോൾ അതിനു മുമ്പ് പറയുന്നു ഭഗവാന്റെ 2 ശക്തികളാണ് പറയുന്നത്. ഒന്ന് ആന്തരിക ശക്തി, ബഹിരാംഗ ശക്തി അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ശക്തി. ബഹിരാംഗ ശക്തി എന്ന് പറയുന്നതാണ് മായാശക്തി, നമ്മൾ ഈ കാണുന്ന ഭൗതിക ലോകത്തിലെ ശക്തി എന്ന് പറഞ്ഞു. ദേവിഹി യേശ ഗുണമയി മമ മായ ദുരത്യയ ഭഗവാൻ പറയുന്നു ഭഗവത്ഗീതയിൽ. ഈ മായാശക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ എക്സ്റ്റേണൽ പൊട്ടൻസി എന്ന് പറയും, അല്ലെങ്കിൽ ബഹിരാംഗ ശക്തി എന്ന് പറയുന്നു. അതാണ് ഒന്ന്. ഇനി ഭഗവാന്റെ ബഹിരാംഗ ശക്തിയിലാണ് ഭൗതിക ലോകം ഫുൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അദ്ദേഹം, ഇവിടുത്തെ കാര്യം. എന്നാൽ ആന്തരിക ശക്തിയുണ്ട്. അതെല്ലാം ആക്ച്വലി അതിൻ്റെ ഒരു അത് വരുന്നത് എവിടെയാണ്? ആധ്യാത്മിക ലോകത്തിലാണ്. അതുകൊണ്ടാണ് ജീവാത്മാക്കളെ തടസ്ഥർ എന്ന് പറയും. തടസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ തടസ്ഥ ശക്തി എന്നാണ് വിളിക്കുന്നത് ജീവാത്മാക്കളെ. നമ്മൾ ഓരോരുത്തരെയും, നമ്മളെല്ലാവരും തടസ്ഥ ശക്തി എന്നാണ് പറയുന്നത്. ഭഗവാന്റെ വിഭിന്ന അംശങ്ങളാണ്, ഭഗവാന്റെ അംശങ്ങളാണ്, വിഭിന്ന അംശമാണ്. നമ്മൾ ഭഗവാന്റെ അവതാരമല്ല, നമ്മൾ ഭഗവാന്റെ ഒരു അംശം മാത്രമാണ്, ചെറിയൊരു അംശം. അതിന് വിഭിന്ന അംശം എന്ന് പറയുന്നു. വിഭിന്ന അംശമാണ് മാത്രമല്ല, അതായത് അംശമാണ് അല്ലെങ്കിൽ വിഭിന്ന അംശമാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ നമ്മൾ ഭഗവാനുമായിട്ട് ഭഗവാനല്ല, അത് മനസ്സിലാക്കണം. മായാവാദികൾ പറയുന്ന പോലെ നമ്മളും ഭഗവാനും ഒന്നല്ല, ഉറപ്പായിട്ടുമല്ല. വിഭിന്ന അംശങ്ങളാണ്, മാത്രമല്ല തടസ്ഥരാണെന്ന് പറയും. തടസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, തട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തട്ടെന്ന് പറഞ്ഞാൽ തീരം. ഇപ്പോൾ നദിയുടെ തീരമാവട്ടെ അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ തീരത്തിൽ, നമ്മൾ കടലിൻ്റെ തീരത്ത് പോയി നിൽക്കുമ്പോൾ ഇടയ്ക്ക് തിരമാല വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ വെള്ളം തട്ടുന്നു. അത് കഴിഞ്ഞാൽ ചില സമയത്ത് വെള്ളമില്ല, അല്ലേ? അപ്പോൾ വെള്ളം കയറുന്നതും ഇറങ്ങുന്നതും അനുസരിച്ച് നമ്മൾ നനഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേപോലെയാണ് അതേപോലെ തട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് തടസ്ഥ എന്ന് പറയുന്നത്, തടസ്ഥ ജീവാത്മാക്കൾ. ഇതെല്ലാം ജൈവധർമ്മം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഭക്തിവിനോദ് ഠാക്കൂർ വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ സന്ദർഭാസിൽ നമ്മുടെ ശ്രീല ജീവ ഗോസ്വാമിയും മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം നമ്മൾ പറയുന്നു. പ്രഭുപാദ് ഒരുപാട് ഭാവാർത്ഥങ്ങൾ പറയുന്നുണ്ട്. തടസ്ഥ ജീവ. തടസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത് തട്ടിലാണ്. നമ്മൾ തട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്ത് നിൽക്കുന്ന പോലെയാണ് ജീവാത്മാക്കൾ. അപ്പം എന്തിൻ്റെ തീരത്താണ് നിൽക്കുന്നത്? ഒന്ന് കടലും കരയും കൂട്ടുക. അപ്പോൾ കടൽ എന്ന് പറയുന്നത് മായാശക്തിയായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ, കര എന്ന് പറയുന്നത് ഭഗവാന്റെ ആന്തരിക ശക്തിയായിട്ട് കൂട്ടുക. ഉദാഹരണത്തിന് വേണ്ടി പറയാവുന്നു.
അപ്പോൾ തീരത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ്? ചില സമയത്ത് നമ്മൾ മായയുടെ പ്രഭാവത്തിൽ ഇടയ്ക്ക് വെള്ളം നനയുന്നു, ചില സമയത്ത് നമ്മൾ തീരത്ത് അല്ലെങ്കിൽ നനയാതെ നിൽക്കുന്നു. അതേപോലെയാണ് തടസ്ഥ ജീവാത്മാക്കൾ. വേണമെങ്കിൽ നമുക്ക് അപ്പോൾ തീരത്ത് നിൽക്കുന്ന ഒരാൾക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന്, അങ്ങനെ തന്നെ നിൽക്കാം, ഇടയ്ക്ക് ഇവിടെയും ഇടയ്ക്ക് അവിടെയുമായിട്ട്. അല്ലെങ്കിൽ മുഴുവനായിട്ടും കടലിലേക്ക് പോവാം, അല്ലെങ്കിൽ മുഴുവനായിട്ടും കരയിലേക്ക് പോവാം. ഓപ്ഷൻസ് ഉണ്ട്. 3 ഓപ്ഷനാണുള്ളത്. ഒന്നുമില്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കാം, അല്ലെങ്കിൽ കടലിലേക്ക് പോവാം, അല്ലെങ്കിൽ കരയിലേക്ക് പോവാം. അതേപോലെ തടസ്ഥ ജീവാത്മാക്കൾക്ക് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. എന്തൊക്കെയാണ് ഓപ്ഷൻ? നമ്മൾ കൂടുതലും ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഓപ്ഷൻ ഈ തടസ്ഥരായിട്ടുള്ള കരയ്ക്ക് നമ്മളിതുപോലെ പകുതി നിൽക്കുക എന്ന് പറയുന്നതിന് അർത്ഥമില്ലേ ശരിക്കും? കാര്യം അതും വെള്ളത്തിൽ നിൽക്കുന്നതിന് തുല്യമാണ്. ഇടയ്ക്ക് കാലം നനയുന്നുണ്ടല്ലോ, ഒന്ന് നമ്മൾ വെള്ളം നനയുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ കടലിൽ നിൽക്കുന്ന പോലെയാണ് ശരിക്കും. അതേപോലെയാണ് നമ്മുടെ അവസ്ഥ. നമ്മളെല്ലാവരും ഈ ഭഗവാന്റെ ബഹിരാംഗ ശക്തിയായിട്ടുള്ള മായാശക്തി, അല്ലെങ്കിൽ ഭഗവാന്റെ മായാശക്തിയിലാണ് ഇതെല്ലാം ഈ ഭൗതിക ലോകമുള്ളത്. ബഹിരാംഗ ശക്തിയുടെ പ്രഭാവത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. ഈ ഭൗതിക ലോകത്തിലാണ് ഈ ത്രിഗുണങ്ങളുള്ളത്, സത്വരജസ് തമോ ഗുണങ്ങളിലൊക്കെ പ്രഭാവങ്ങൾ ഉള്ളത്. ഇപ്പോൾ തടസ്ഥ ജീവാത്മാക്കൾക്ക് ഐദർ 2 ഓപ്ഷനാണ്. ഒന്നില്ലെങ്കിൽ ഭഗവാന്റെ കൂടെ ഇരിക്കാം, ആന്തരിക ശക്തിയിലിരിക്കാം, അല്ലെങ്കിൽ ഭഗവാന്റെ ബഹിരാംഗ ശക്തിയിലിരിക്കാം. നമ്മളെല്ലാവരും ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ഭഗവാന്റെ ബഹിരാംഗ ശക്തിയിലിരിക്കാനാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഭൗതിക ലോകത്തിലിരിക്കുന്നത്, ഇവിടെ നിന്ന് രക്ഷപ്പെടാതെ ഇരിക്കുന്നു. ഇനി എന്നാൽ തടസ്ഥ ജീവാത്മാക്കൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കരയിലേക്ക് പോകാനും അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനാണ്, വഴിയാണ് എന്ത്? ഭക്തിയുത സേവനങ്ങൾ, നാമജപം, ഭാഗവത ശ്രവണം, ഇതെല്ലാം കീർത്തനം, ഇതെല്ലാം ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള മാർഗങ്ങളാണ്. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ശക്തികളെക്കുറിച്ച്. എന്താണ് ഇവിടെ ആന്തരിക ശക്തി? ആത്മമായ എന്ന് പറയുന്നു ശ്ലോകത്തിൽ. ആത്മമായ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആന്തരിക ശക്തിയെക്കുറിച്ച്. യോഗമായ ശക്തി എന്ന് പറയും. മഹാമായ ശക്തിയാണ് ബഹിരാംഗ ശക്തി. യോഗമായ ശക്തി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആന്തരിക ശക്തിയാണ്. ഓക്കെ, അപ്പോൾ പല പല ടെർമിനോളജീസ് ഉണ്ടാവും. നിങ്ങൾക്ക് പലവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഭഗവാന്റെ ആന്തരിക ശക്തി 3ആണ്. സന്ധിനി ശക്തി, സംവിത് ശക്തി, ഹ്ലാദിനി ശക്തി, ഇങ്ങനെയാണ് അതിൻ്റെ ഡിവിഷൻ വരുന്നത്. സന്ധിനി ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാത്തിൻ്റെ അസ്തിത്വ ശക്തിയാണ് സന്ധിനി എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ആധ്യാത്മിക ലോകത്തിൻ്റെ നിലനിൽപ്പ്, ഭഗവാന്റെ ആ ഒരു എക്സിസ്റ്റൻസ്, ഭഗവാന്റെ ഭക്തരുടെ നിലനിൽപ്പ്, ഇതെല്ലാം വരുന്നത് സന്ധിനി ശക്തി. ഇനി സംവിത് ശക്തി എന്ന് പറഞ്ഞാൽ അറിവ്, നോളജ്, എല്ലാത്തിനെക്കുറിച്ചുള്ള അറിവ്, ഭഗവാന്റെ അറിവും മറ്റുള്ളവരുടെയും. അപ്പോൾ അതിനെ സംവിത് ശക്തി എന്ന് പറയുന്നു. പിന്നെ ഹ്ലാദിനി ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദത്തിൻ്റെ ശക്തി, ആനന്ദം. അപ്പോൾ ഇതിന് ഈ 3 ശക്തികൾക്കും, ആന്തരിക ശക്തികൾക്കും ഓരോ അധിഷ്ഠാത്രി അല്ലെങ്കിൽ ഒരു വ്യക്തി കൂടെ ഉണ്ട് അതിൻ്റെ പുറകിൽ. അതിൻ്റെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അധിഷ്ഠാത്രി ദേവൻ അല്ലെങ്കിൽ ദേവി ഉണ്ട്. അപ്പോൾ ആന്തരിക ശക്തിയിൽ ആദ്യത്തെ സന്ധിനി ശക്തിയുടെ അധിഷ്ഠാത്രി ബലരാമനാണ്. പിന്നെ സംവിത് ശക്തി ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് വരുന്നത്. അദ്ദേഹമാണ് അതിൻ്റെ അധിഷ്ഠാത്രി. പിന്നെ 3ാമത്തെ ഹ്ലാദിനി ശക്തിയുടെ രാധാറാണിയാണ്. ആനന്ദം എന്ന് പറയുന്നത്. ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആനന്ദശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹ്ലാദിനി ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ആനന്ദം കൊടുക്കുന്നതും ഭഗവാനെ സേവിക്കുന്നവർക്ക് ആനന്ദം കിട്ടുന്നതും എല്ലാം ഹ്ലാദിനി ശക്തിയുടെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ശ്രീമതി രാധാറാണിയുടെ അനുഗ്രഹം വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ ഭഗവാന്റെ സേവനത്തിന് അല്ലെങ്കിൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്യാൻ ശ്രീമതി രാധാറാണിയുടെ അനുഗ്രഹവും ഉണ്ട്, അല്ലെങ്കിൽ വേണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. കാര്യം ആ ഭക്തിയിൽ നിന്ന് കിട്ടുന്ന ആനന്ദം അത് പ്രദാനം ചെയ്യുന്നത് ഹ്ലാദിനി ശക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഇൻചാർജ് ആരാണ്? രാധാറാണിയാണ് നേരിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ശക്തികൾ. ഇവിടെ ഭഗവാന്റെ ലീലകളൊക്കെ അതുകൊണ്ട് ഭഗവാന്റെ ആന്തരിക ശക്തിയിൽ നിന്നാണ്, ശക്തി ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ലീലകൾ ചെയ്യുന്നത്. അത് ലീലാശക്തി എന്നും പറയും ചില സമയങ്ങളിൽ. അപ്പോൾ എന്തായാലും ബഹിരാംഗ ശക്തിയല്ല. ബഹിരാംഗ ശക്തി ഭൗതിക ലോകത്തിൻ്റെ നിലനിൽപ്പും മെയിൻ്റെനൻസും ക്രിയേഷനുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഭഗവാന്റെ അവതാരങ്ങളൊക്കെ അതീന്ദ്രിയ തലത്തിലാണ്. അദ്ദേഹം ആധ്യാത്മിക ലോകത്തിൽ നിന്ന് ഭൗതിക ലോകത്തിലേക്ക് അവതാരം എടുത്താൽ പോലും അദ്ദേഹം ഭൗതിക ശരീരം സ്വീകരിക്കുന്നില്ല. നമ്മളെപ്പോലെ നമുക്കുള്ളത് ഭൗതിക ശരീരമാണ്, ഇന്ദ്രിയങ്ങളും ഭൗതികമാണ്, എല്ലാം ഭൗതികമാണ്. ഭഗവാൻ അവതാരം എടുക്കുമ്പോൾ
ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ അദ്ദേഹം അവതാരമെടുത്ത് വന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ശരീരം നമ്മളെ പോലല്ല, അതീന്ദ്രിയ തലത്തിലാണ്, അദ്ദേഹം ആത്മീയ തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം. ആ ഒരു കാര്യം നമുക്കിവിടെ ഓർക്കാവുന്നതാണ്. ഓക്കെ, ശ്ലോകം ഒന്നും കൂടെ നമുക്ക് നോക്കാം. 19ാമത്തെ ശ്ലോകം. വയം തു ന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യശൃണ്വതാം രസജ്ഞാനം സ്വാദു സ്വാദു പദേ പദേ. ഞാൻ അംബിക മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ. കൃതവാൻ കില കർമാണി സഹരാമേ. അതല്ല, അതിനു മുമ്പുള്ള ശ്ലോകം. ശ്ലോകം 19. വയം തൂ ന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യത് ഘൃണുതാം രസജ്ഞാനം സ്വാദു സ്വാദു പദേ പദേ. ഹരേ കൃഷ്ണ. വിവർത്തനം വായിക്കട്ടോ. വായിക്കൂ. ഹരേ കൃഷ്ണ. സ്തോത്രങ്ങളാലും പ്രാർത്ഥനകളാലും പ്രകീർത്തിക്കപ്പെടുന്ന പരമദിവ്യോത്തമ പുരുഷന്റെ അതീന്ദ്രിയ ലീലകൾ ശ്രവിച്ച് ഞങ്ങൾക്ക് ഒരിക്കലും മടുപ്പുണ്ടാകുന്നില്ല. ഭഗവാനുമായി അതീന്ദ്രിയ ബന്ധങ്ങളുടെ രസം വളർത്തിയെടുത്തവർ അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ ലീലാശ്രവണം അനുനിമിഷം ആസ്വദിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പ്രണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ. മനോഹരമായിട്ടുള്ള ശ്ലോകം. ഇവിടെ ശൗനകാദി ഋഷികൾ പറയുന്നു, ഭഗവാന്റെ അതീന്ദ്രിയ തലത്തിലുള്ള ലീലകൾ എത്ര കേട്ടാലും മതിയാവില്ല. ഒരിക്കലും അതിലൊരു മതി എന്നുള്ളൊരു തോന്നൽ വരില്ല, ബോറടിക്കില്ല എന്നാണ് പറയുന്നത്. ഈ ലക്ഷണം സാധാരണ ഒരു ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതല്ല. ഇത് ഭഗവാന്റെ ലീലകൾ, ഒരേ ലീലകൾ തന്നെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് പുരോഗതി ഉണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ നരസിംഹലീല കേട്ടു, ഓ നരസിംഹലീല എനിക്കറിയാം, ദാമോദര ലീല അത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, ഇങ്ങനെയാണ് ഉള്ളിൽ തോന്നുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഹരിക്കഥയിൽ രുചി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ശൗനകാദി ഋഷികൾ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഭഗവാന്റെ ലീലകൾ ഏത് ലീലയാവട്ടെ, ഏത് ലീലയാണെങ്കിലും എത്ര പ്രാവശ്യം കേട്ടതാണെങ്കിലും അതെല്ലാം ഓരോ പ്രാവശ്യം കേൾക്കുമ്പോൾ പറയുന്നത് എന്താണ്? സ്വാദു സ്വാദു. സ്വാദു സ്വാദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ആസ്വദിക്കാനുള്ള, വീണ്ടും വീണ്ടും കേൾക്കുവാനുള്ള ആഗ്രഹമാണ് വരുന്നത് ഓരോ നിമിഷവും. അതായത് ഓരോ നിമിഷവും ഭഗവാനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുക. ഇത് പരിശുദ്ധ ഭക്തരുടെ ലക്ഷണങ്ങളാണ്. അവർക്ക് വേറെ ഒന്നുമില്ല അവരുടെ ജീവിതത്തിൽ. അവർക്ക് വേറെ ഒന്നിലും താല്പര്യമല്ല. നാമത്തിലുള്ള അപാരമായിട്ടുള്ള രുചി, ഹരികഥയിൽ അപാരമായിട്ടുള്ള രുചി, ഇത് രണ്ടും നല്ല ഭക്തരുടെ, ആത്മാർത്ഥതയുള്ള ഭക്തരുടെ ലക്ഷണങ്ങളാണ്. രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഹരികഥയിലുള്ള രുചി, അത് പറയുവാനും കേൾക്കുവാനുള്ള രുചി. പറയുവാൻ മാത്രം രുചി ഉണ്ടായിട്ട് കാര്യമില്ല. ചിലപ്പോൾ അങ്ങനെയുണ്ട്. നമുക്ക് പറയാൻ, മറ്റുള്ളവരോട് പറയാൻ ഇഷ്ടമാണ്, പക്ഷേ വേറൊരാൾ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമയില്ലെങ്കിൽ, സന്മനസ്സില്ലെങ്കിൽ, അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു വഴിയല്ല. അതിപ്പോൾ ഒരുപക്ഷെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇരുന്ന് ഷോ കാണിക്കുക എന്നുള്ളൊരു ഭാവം ആണെങ്കിൽ അത് തെറ്റാണ്. അതേപോലെ തന്നെ എത്രമാത്രം ആഗ്രഹം നമുക്ക് പറയാനുണ്ടോ അത്രമാത്രം കേൾക്കുവാനും ഉള്ള ആഗ്രഹം ഉണ്ടാവണം നമുക്ക് പരിശുദ്ധ ഭക്തരിൽ നിന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നല്ല ലക്ഷണമാണ്. അതേപോലെ തന്നെ നാമത്തിനോടുള്ള രുചിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഈ സ്വാദു സ്വാദു പതേ പതേ, ഓരോ സ്റ്റെപ്പിലും, ഇവിടെ പതേ പതേ എന്ന് പറഞ്ഞാൽ ഓരോ കാൽവെപ്പിലും അല്ലെങ്കിൽ ഓരോ നിമിഷത്തിലും ആസ്വദിക്കുകയാണെന്ന് പറയുന്നു ഭഗവാന്റെ ലീലകൾ, ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ ഭക്തരുടെ ലീലകളുമാണ് അല്ലേ? മനോഹരമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം ആസ്വദിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ശ്രീല പ്രഭുപാജിയുടെ മനോഹരമായിട്ടുള്ള ഭാവാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നു, ഭഗവാനെക്കുറിച്ച് ഒരുപാട്
ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. രാമായണം, മഹാഭാരതം, പുരാണം ഇതിലൊക്കെ ഭഗവാന്റെ ഒരുപാട് ലീലകളെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. അതിൽ വെച്ച് നോക്കുവാണെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീത എടുക്കുവാണെങ്കിൽ ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ ഭാഗമാണ്. മഹാഭാരതം ഒരു സ്റ്റോറി ലൈനാണ്. എന്നാൽ ഭഗവത്ഗീതയാണ് മഹാഭാരതത്തിലെ മെയിൻ ആയിട്ടുള്ള ആ ക്രീം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാരം. മഹാഭാരതം മുഴുവനും എഴുതിയിട്ടുള്ളത് ആ ഭഗവത്ഗീത പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് കഥ രൂപത്തിൽ അതിനെ കൊണ്ടുവരുന്നു എന്ന് മാത്രം. അതിലെ മെയിൻ എസെൻസ് എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയാണ്. എന്നാൽ ഭാഗവതം എടുക്കുവാണെങ്കിലോ അതിൽ തത്വങ്ങളുണ്ട്, കഥകളുണ്ട്, എല്ലാം ഉണ്ട്. മനോഹരമായിട്ടാണ് ശ്രീല വ്യാസദേവൻ അതിനെ ക്രമീകരിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഭാഗവതം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും രുചി കൂടുന്നുണ്ടെങ്കിൽ നല്ല ലക്ഷണമാണ്. തദേവ രമ്യം രുചിരം നവം നവം തദേവ ശശ്വൻ മനസ്സോ മഹോത്സവം തദേവ ശോകാർണവ ശോഷണം നൃണം യത് ഉത്തമ ശ്ലോക യശോനുഗീയതേ. 12ാമത്തെ സ്കന്ധത്തിൽ വരുന്നൊരു ശ്ലോകമാണ്. തദേവ രമ്യം രുചിരം നവം നവം. അതായത് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനും ഭഗവാന്റെ ലീലകളും ഭഗവാനെ നാമവും ഒക്കെ രമ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് അട്രാക്റ്റീവ് എന്ന് പറയുന്നു. തദേവ രമ്യം എപ്പോഴും ഒരുപാട് നമ്മളെ ആകർഷിപ്പിക്കുന്നു. രുചിരം നവം നവം, എത്ര കേട്ടാലും മതിയാവില്ല. നവം നവം, പുതുതായിട്ട് തോന്നുന്നു. ഇങ്ങനെയായിരിക്കണം നമുക്കും തോന്നേണ്ടത് ഐഡിയലി. അങ്ങനെ സംഭവിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. സംഭവിക്കുന്നുണ്ടെങ്കിൽ നല്ല ലക്ഷണമാണ്. തദേവ ശാശ്വൻ മനസ്സോ മഹോത്സവം. ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ഉത്സവം പോലെയാണെന്ന് പറയുന്നു. അത്ര സന്തോഷമാണ്. ഉത്സവം എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ആളുകൾ ഇപ്പോഴത്തെ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഇന്ദ്രിയ സുഖങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ആത്മീയ തലത്തിലുള്ള ഒന്നുമില്ല. അതിനകത്ത് സുഖങ്ങളൊന്നും ഇല്ല. അതിൻ്റെ ഒരു ട്രെൻഡേ മാറി. ഓക്കെ, ട്രഡീഷനായിട്ട് നടക്കുന്നുണ്ട് കാര്യങ്ങൾ, ഉത്സവങ്ങളൊക്കെ. പക്ഷേ എല്ലാവരും ഒന്നും പറയുന്നില്ല അതിനെക്കുറിച്ച്. കൂടുതൽ ഉത്സവത്തിൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ ഉള്ളത്, അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് നല്ലവണ്ണം അറിയാം. അപ്പോൾ ഇതെല്ലാം വെറും ഇന്ദ്രിയ സുഖങ്ങളായി മാറിയിരിക്കുന്നു. എല്ലാവരും അത് കാണുന്നത് അങ്ങനെയാണ്. അതല്ലാതെ അവിടെ ഒരു ആധ്യാത്മിക കാര്യങ്ങൾ, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു എലമെൻ്റ് നഷ്ടപ്പെട്ടു അതിൽ നിന്ന്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും, പൂജകളും വിധികളും അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിലെ സ്പിരിച്വൽ എലമെൻ്റ് നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും ആദ്യം അറിയില്ല നമുക്ക്. നമ്മൾ ശരിക്കും ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് പ്രഭുപാദിൻ്റെ പോലുള്ള ആചാര്യന്മാരുടെ കീഴിൽ നമ്മൾ ഇതെല്ലാം പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ഇത് നമ്മൾ ചെയ്യുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ആണ് നമുക്ക് തിരിച്ചറിയുന്നത് ഇത്രയും കാലം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നുമായിരുന്നില്ല എന്ന്. ഇത്രയും കാലം നമ്മൾ എന്തോ സംഭവമാണെന്ന് വിചാരിച്ചത് ഒന്നുമല്ല എന്നുള്ളത്. ഇപ്പോൾ മനസ്സോ മഹോത്സവം, ശ്രീമദ് ഭാഗവതം കേൾക്കുക എന്നുള്ളതാണ് മഹോത്സവമാണ്, ഉത്സവമാണെന്ന് പറയുന്നു പരിശുദ്ധ ഭക്തർക്ക്. അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തരാവണമെന്നില്ല, എന്നാൽ നല്ല രീതിയിൽ ഭക്തി സേവനങ്ങൾ ചെയ്യുന്നവർക്കും അവർക്കും എപ്പോഴും ഭഗവാനെക്കുറിച്ച് കേൾക്കുക എന്നുള്ള ഒരു ഓപ്ഷനാണ് ഉണ്ടാവുന്നത്. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. ശ്രീല സരസ്വതി ഠാക്കൂർ പ്രഭുപാദ്, നമ്മുടെ പ്രഭുപാദിൻ്റെ ഗുരു, അദ്ദേഹം ഒരിക്കൽ വൃന്ദാവനത്തിൽ ഉള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ശിഷ്യർ കൂടെ ഉണ്ടായിരുന്നു വൃന്ദാവനത്തിൽ. അപ്പോൾ എല്ലാ ദിവസവും അദ്ദേഹം കുറച്ച് സമയം ഹരികഥ ചെയ്യും. അതിനുശേഷം പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ അങ്ങനെയാണ് ചില ഭക്തർ അമ്പലത്തിൽ പോകുമ്പോൾ. ഒരു ദിവസം അദ്ദേഹം സ്പെഷ്യലി പറഞ്ഞു, ഞാൻ എവിടേക്കും വരുന്നില്ല. പല ലീലാസ്ഥലികളിലൊക്കെ പോകലൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എവിടെയും വരുന്നില്ല, ഇവിടെ തന്നെ ഞാൻ ആശ്രമത്തിലിരിക്കുകയാണെന്ന് പറഞ്ഞു. മറ്റുള്ളവരൊക്കെ എല്ലാവരും പോയി, നമ്മുടെ പ്രഭുപാദ് മാത്രം പോയില്ല. അങ്ങനെ 1-2 പേര് പോയില്ല. ബാക്കിയുള്ള എല്ലാവരും എവിടെ പോയി? അമ്പലങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി. അപ്പോൾ നമ്മുടെ പ്രഭുപാദിനെ ശ്രദ്ധിച്ചു ശ്രീല സരസ്വതി ഠാക്കൂർ പ്രഭുപാദ്. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ പ്രഭുപാദിനോട് പറഞ്ഞു, നീ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. ബിക്കോസ് ഞാൻ 2 ഓപ്ഷൻ പറഞ്ഞു. എൻ്റെ എല്ലാ ശിഷ്യരോടും ഞാൻ ഒരേ കാര്യമാണ് പറഞ്ഞത്, നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലീലാസ്ഥലികൾ പോവുകയോ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോവുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു. വൃന്ദാവനത്തിലാണ്. അപ്പോൾ
95% അല്ലെങ്കിൽ 98% ആളുകളും തീരുമാനിച്ചത് അല്ലെങ്കിൽ അവർ ചെയ്തത് അവർ പോയി, അവർ അമ്പലങ്ങളിലേക്കൊക്കെ വിസിറ്റ് ചെയ്യാൻ പോയി. പ്രഭുപാദം അങ്ങനെ 1-2 പേരും അവിടെ ഇരുന്നു, ഗുരുമുഖത്തിൽ നിന്ന് ഹരികഥ കേൾക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് രുചി. കാര്യം ഗുരുവിൽ നിന്ന് ഭഗവാനെക്കുറിച്ച് കേൾക്കുക, അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തിയിൽ നിന്ന് ഹരികഥ കേൾക്കുക, ഭഗവാനെക്കുറിച്ച് കേൾക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതിലാണ് സ്വാധീനിക്കുന്നത്. അമ്പലങ്ങൾ നമുക്ക് എത്ര വേണമെങ്കിൽ പോവാം, സന്ദർശിക്കാം, ഒരുപാട് ലീലസ്ഥലികളിൽ പോവാം. പക്ഷെ ഗുരുവിൻ്റെ തിരുമുഖത്തിൽ നിന്ന് വരുന്ന ആ ജ്ഞാനം അല്ലെങ്കിൽ ആ ഒരു കാര്യം, ആ തിരിച്ചറിവുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറണമെങ്കിൽ അത് ഏത് അമ്പലത്തിൽ പോയിട്ടും കാര്യമില്ല, അത് എവിടെ നിന്നും കിട്ടില്ല. ഗുരുമുഖത്തു നിന്നേ കിട്ടുള്ളൂ, സാധുക്കളുടെ മുഖത്തിൽ നിന്നേ കിട്ടുകയുള്ളൂ. എത്ര പുസ്തകം നമ്മൾ തനിയെ വായിച്ചിട്ടും കാര്യമില്ല, എത്ര അമ്പലത്തിൽ പോയിട്ടും കാര്യമില്ല. ഹരികഥയിൽ നിന്ന് കിട്ടുന്നത് ഹരികഥയിൽ നിന്ന് മാത്രമാണ്. കാര്യം ഹരികഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗവതത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ തന്നെ ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അത് ആചാര്യന്മാരുടെ ആ ഒരു ഭാവാർത്ഥം കൂടെ വരുമ്പോൾ അത് പൂർണ്ണമാവുന്നത്. ഇനി ആ ഭാവാർത്ഥം വേറൊരു ആചാര്യൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഇതെല്ലാം വരുന്നു. ഭാഗവതത്തിൽ വ്യാസദേവൻ പറയുന്നത്, കൂട്ടത്തിൽ ആചാര്യന്മാരുടെ ഭാവാർത്ഥം, കൂട്ടത്തിൽ ഇത് പരിശുദ്ധനായിട്ടുള്ള ഒരു ഭക്തൻ ഇത് പ്രസന്റ് ചെയ്യുന്നു നോക്കിയാൽ. അപ്പോൾ എല്ലാവരുടെയും ആ ശുഖമുഖാത് അമൃതദ്രവ സംയുതം എന്ന് പറഞ്ഞ പോലെ എല്ലാവരുടെയും ആ മഹാപ്രസാദമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഉള്ളിലുള്ള തിരിച്ചറിവുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ അതിനുള്ള ശക്തി വേറെ ഒന്നിനുമില്ല. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭക്തരിൽ നിന്ന് കേൾക്കണമെന്നുള്ളത്. ഉത്തമ ശ്ലോക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശ്ലോകത്തിൽ. ഒരു കാര്യം കൂടെ പ്രഭുപാദ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബാക്കിയുള്ള ഭൗതിക ലോകത്തിലെ ഇവിടെ എന്ത് വാർത്തകളാവട്ടെ, എന്ത് കാര്യങ്ങളാവട്ടെ, അതിനൊക്കെ ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മടുക്കും. ഇപ്പോൾ ഒരു സിനിമ കാണുന്നവർ എത്ര പ്രാവശ്യം ഒരു സിനിമ കാണാൻ സാധിക്കും? ബോറാവും കുറച്ച് കഴിഞ്ഞാൽ. ഭൗതിക തലത്തിലുള്ള എല്ലാം അങ്ങനെയാണ്. എന്നാൽ ആത്മീയ തലത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല. ഓരോ കാൽവെപ്പിലും നമുക്ക് രുചി കൂടി വരുള്ളൂ. നാമത്തിൻ്റെ കാര്യത്തിലും ആനന്ദാംബുതി വർധനം പ്രതിപഥം പൂർണ്ണാമൃതാസ്വാദനം. ശിഷ്യാഷ്ടകത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നു, ആനന്ദാംബുതി വർധനം, ആംബുതി വർധനം കൂടി കൂടി വരികയുള്ളൂ. അതാണ് ഭഗവാന്റെ നാമത്തിൻ്റെയും ഭഗവാന്റെ ലീലകളുടെയും ശക്തി. ഇതെല്ലാം ഭഗവാന്റെ ലീലകളെല്ലാം എവിടെയുണ്ട്? ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. അപ്പോൾ ശ്രീമദ് ഭാഗവതമാണ് നമ്മുടെ ഒരു വഴികാട്ടി. കലിയുഗത്തിലെ കണ്ണ് നഷ്ടപ്പെട്ട നമുക്കുള്ള വഴികാട്ടിയാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് അവസാനം ഫൈനലി നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന പോയിന്റ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി